അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇതാ ബീജിംഗിൽ നിന്നും നിർണായകമായ ഒരു സന്ദേശം എത്തുന്നു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം തങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല ചൈനയുടെ ഈ ഒരു പെട്ടെന്നുള്ള മനം മാറ്റം. ഇന്ത്യയെ ഒരു സഹകരണ പങ്കാളിയായി കാണാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ചൈനീസ് അംബാസിഡർ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഏഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വിപുലീകരിക്കാനും ഒരു സഹകരണ പങ്കാളി എന്ന നിലയിൽ പ്രവർത്തിക്കാനും ചൈന തയ്യാറാണെന്ന് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലൂടെ വലിയ തോതിലുള്ള പരസ്പര നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ചൈന ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത്. ഇവർക്ക് ഇപ്പോഴാണോ ഇത് മനസ്സിലാകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ പരമ്പരാഗത സംസ്കാരങ്ങളിൽ നിന്നുള്ള അറിവുകൾ ഉൾക്കൊണ്ട് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കേണ്ട പങ്കാളികളാണെന്ന സുപ്രധാനമായിട്ടുള്ള തിരിച്ചറിവ് ഉയർത്തിപ്പിടിക്കാനാണ് ഈ നീക്കത്തിലൂടെ ചൈന ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ അതിർത്തിയിലെ തർക്കങ്ങൾക്കിടയിലും, അതിർത്തിയിൽ ചൈന ഇന്ത്യയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾക്കിടയിലും ഇന്ത്യയുമായി ഒരു ബിസിനസ് നയതന്ത്ര സൗഹൃദം സ്ഥാപിക്കാൻ ചൈന തിടുക്കം കൂട്ടുന്നുവെന്ന് വേണം തന്നെ കരുതാൻ. ചൈനയുടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്നതാണ് പുറത്തു വരുന്ന കണക്കുകൾ. അതിർത്തിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും 2025 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. റെക്കോർഡ് തുകയിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം $155 ബില്യൺ മുൻ വർഷത്തെ അപേക്ഷിച്ച് 12% വളർച്ചയാണ് വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുമായി ഇന്ത്യ അടുക്കുന്നത് തങ്ങളുടെ വിപണിയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക കൂടെ ചൈനയ്ക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സഹകരണം ശക്തമാക്കി ഇന്ത്യയെ കൂടെ നിർത്തുക എന്നത് ചൈനയുടെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ മനം മാറ്റത്തിന് പിന്നിൽ കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. 2020 ലഡാക്ക് സംഘർഷത്തിന് ശേഷം മരവിച്ചു പോയ ഇന്ത്യ ചൈന ബന്ധം 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയോടെയാണ് വീണ്ടും അത് ചലിച്ചു തുടങ്ങിയത്. ആ ബന്ധം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച മഞ്ഞുരുക്കാൻ സഹായിച്ചിരുന്നു. ഏകദേശം 15 മാസങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ച പിന്മാറ്റ കരാറോടെ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് വലിയൊരു അളവ് വരെ അയവ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം ട്രംപിന്റെ നീക്കങ്ങൾ തന്നെയാണ്. ഇന്ത്യക്ക് വ്യാപാര തീരുവയിൽ ഇളവ് നൽകി അമേരിക്ക കൈകൊടുത്തപ്പോൾ ഏഷ്യയിലെ തങ്ങളുടെ സ്വാധീനം കുറയുമോ എന്ന് ചൈന വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. അതുതന്നെയാണ് അതിനുള്ള കാരണം. ഇന്ത്യ ഒരേ സമയം അമേരിക്കയുമായും ചൈനയുമായും വിലപേശാൻ ശേഷിയുള്ള ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഒരേ സമയം വാഷിംഗ്ടണിൽ നിന്നും ബീജിംഗിൽ നിന്നും എത്തുന്ന ഈ അനുകൂല പ്രസ്താവനകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ വിദേശ നയം ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു വശത്ത് അമേരിക്കയുടെ വ്യാപാര ഇളവുകൾ, മറുവശത്ത് ചൈനയുടെ സഹകരണ വാഗ്ദാനങ്ങൾ. രണ്ട് വൻ ശക്തികളെയും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ന്യൂഡൽഹിക്ക് കഴിയുന്നു എന്നത് ഒട്ടും തന്നെ ചെറിയ കാര്യമല്ല. ഈ അവസരം ഇന്ത്യ എങ്ങനെ മുതലെടുക്കുമെന്നത് ആണ് നമ്മൾ ഇനി കാണേണ്ടത്. അത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.